നെയിൽസ് ഡി വാൻഡവൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അസൂയയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം അസൂയയെ 2 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു അസൂയ നമ്മളെ ചെറുതായി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന അസൂയയാണ്. അതായത് ആ ലക്ഷ്യത്തിലെത്തണം, മറ്റുള്ളവർ ഒരു നേട്ടത്തിലെത്തുമ്പോൾ ആ നേട്ടത്തിൽ നമുക്കും എത്തണമെന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു തരം അസൂയ. എന്നാൽ അടുത്ത അസൂയയാണ് ഏറ്റവും ദോഷകരമായ അസൂയ. അത് മറ്റുള്ളവരുടെ പരാജയം ആഗ്രഹിക്കുന്ന അസൂയയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ സുഹൃത്ത് ഒരു നേട്ടം കൊയ്യുമ്പോൾ നമുക്ക് തോന്നാം, എന്തുകൊണ്ട് അവൻ അതിൽ തോറ്റില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ അതിൽ വിജയിച്ചു, അവൻ തോക്കാമായിരുന്നു എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം. ആ അസൂയയാണ് മലീഷ്യസ് ജലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസൂയയാണ് നമ്മളെ ദോഷകരമായി ബാധിക്കുന്നത്, നമ്മുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസൂയ നമ്മൾ ഒഴിവാക്കണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള അസൂയ മറ്റുള്ളവരോട് തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ അത് ഏത് തരത്തിലുള്ള അസൂയയാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ തോൽവിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ആ മെൻ്റൽ എബിലിറ്റിയെ ഇല്ലാതാക്കുന്ന ഒരു വികാരമായി മാറുകയാണ് ആ അസൂയ.